Hi students, good morning. Good morning, sir. Morning. Morning, sir. ഇവിടെ വീഡിയോസ് ഒക്കെ ചെയ്തേ പെട്ടെന്ന്. Take a silent prayer before the class. വേഗം വേഗം വേഗം. Okay, right. Paramana Harise. What is the hypotenuse of the right angled triangle connecting base height and slant height? Slant height. Bima P. Siddiq. Sir, Lateral edge in the symbol എന്താ? E. Fatima Subair. Sir, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ ഒക്കെ ബേസിൽ വരുന്ന എന്താ നമ്മളെ? base edge. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെല്ലാം ബേസിൽ വരുന്നതാണ് B/2. B/2. ഓക്കെ. അൽസാബിദേ, Sir, ഈ റൈറ്റ് ട്രയാങ്കിളിലെ നമ്മളുടെ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ മിസ്സിംഗ് സൈഡിൽ ആരാടാ വരിക? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മിസ്സിംഗ് സൈഡ് ആരാ? H. H. ഫൈൻ. ദെൻ ഫാത്തിമ സാല, Sir, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ മിസ്സിംഗ് സൈഡ് ആരാ? E. ഇ ആണ്. സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇല്ലേ എൽദോസേ, സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യനില് ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് സോറി ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ ചെയ്യാം? കേൾക്കുന്നില്ലടാ. ഇത് രണ്ടും തന്നിട്ടുണ്ട്, ഇത് നമുക്ക് തന്നിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കും? കേൾക്കുന്നില്ല എൽദോസേ, കേൾക്കുന്നില്ല. ഐ കാണ്ട് ഹിയർ വാട്ട് യു സേ. ഹലോ സാർ, പറഞ്ഞേ. ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആദ്യത്തെ ട്രയാങ്കിൾ ആരെ കണ്ടുപിടിക്കും? അവിടുത്തെ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് അപ്പുറത്തെ ട്രയാങ്കിളിൽ കൊണ്ട് സ്ലാൻ ഹൈറ്റും ബേസും വെച്ച് ലെറ്റർ എടുത്ത് കണ്ടുപിടിക്കാമോ? ശരി. അപ്പൊ എടുത്ത് ഇന്നലെ നമ്മൾ ചെയ്തതിന്റെ ബാക്കി നമ്മൾ ഇന്നലെ എക്സസൈസിൽ ഒരു ക്വസ്റ്റൻ ആണ് ചെയ്തത്. വേഗം എടുത്തേ. റിമാനിങ് ചെയ്ത് തുടങ്ങി. ശ്രദ്ധിച്ചൊക്കെ ചെയ്തേ നിങ്ങളല്ലേ? ശ്രദ്ധിച്ച് വായിക്കുക, ഫിഗർ ആവശ്യമുണ്ടെങ്കിൽ വരയ്ക്കുക, ചെയ്തു തുടങ്ങാം. A square plane of base edge 10 ആണ്, height 12 ആണ്. To be made, what should be the dimensions of the triangles? എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മീനിങ് പറഞ്ഞ കേക്കട്ടെ. ആദിൽ മുഹമ്മദ്. ട്രയാങ്കിളിന്റെ ഡൈമെൻഷൻസിൽ വന്നതാരാണ്?
പേരിലടാ ഒന്നുകൂടെ. ട്രയാങ്കിളിന്റെ ഡയമെൻഷനിൽ വന്നത് ആരാണ്? ട്രയാങ്കിളിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ട്രയാങ്കിൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഏത് ആളെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് ആണോ ഫാത്തിമ ഫൈറൂസ്? സ്ലാൻഡ് ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ട്രയാങ്കിളിന്റെ അളവ് കണ്ടുപിടിക്കണം. ട്രയാങ്കിളിന്റെ അളവ് കണ്ടുപിടിക്കണം. ട്രയാങ്കിളിന്റെ അളവ് എന്ന് പറയുമ്പോൾ ആരാണത്? നമ്മൾ പഠിച്ച ഏത് ആളാണത്? അവന്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ബിയും എയും ഇയും. ലാറ്ററൽ എഡ്ജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രയാങ്കിളിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തു, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കട്ടെ. ഈ കാണുന്ന ട്രയാങ്കിളിൽ ഇതിന് നമ്മൾ എന്ത് പേരാ വിളിക്കുക? ഹാരിസേ, ഈ ആൾക്ക് നമ്മൾ എന്താ വിളിക്കുക? ഈ കാണുന്ന ആളെ, ഈ ടിക്കറ്റ് വെക്കുന്ന ആളെ, ബേസ്. അത് നമ്മുടെ ബേസ് തന്നെയാണ്. പിരമിഡിന്റെ ബേസ് തന്നെയാണ് ട്രയാങ്കിളിന്റെയും ബേസ്. ബിയോ എയോ സംതിങ്. ഈ ആളാരാ? ഈ സൈഡിലെ ഇവർ നമ്മൾ എന്താ വിളിക്കുക? ഹലീം, അഹമ്മദ് ഹലീം. lateral side. അത് നമ്മുടെ ലാറ്ററൽ എഡ്ജ് ആണ്. അതിനാണ് ഈ പറയാൻ വരിക. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ബേസും ലാറ്ററൽ എഡ്ജും ആണ്. ബേസ് ഡയറക്റ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ലാറ്ററൽ എഡ്ജാണ് നമുക്ക് അത് കൂടാതെ വേണ്ടത്. ഇത് നമുക്ക് ആദ്യം തിരിയണം. ഇതാദ്യം തിരിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഫൈൻഡ് ദ ലാറ്ററൽ എഡ്ജ് എന്ന് നമുക്ക് ആദ്യം പിടികിട്ടണം. ഇനി ഒന്ന് പറഞ്ഞ കേക്കട്ടെ, അൽസാബിത്ത് ഇതിൽ തന്നേക്കുന്ന ആരൊക്കെയാടാ? ബി ബേസ് വന്നിട്ട് എത്രയാ? 10 സെന്റിമീറ്റർ. ശരി, പിന്നെ എച്ച് 12 സെന്റിമീറ്റർ. 12ഓ? എത്ര? കേട്ടില്ല. 12. ബേസ് 10 ആണ്, ഹൈറ്റ് 12 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്. സ്പീഡ് ആവണം കേട്ടോ. 2 minutes മാക്സിമം. One second. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കുക? ഗിവൻ ട്രയാങ്കിളിൽ നിന്ന് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കുക ഫാത്തിമ പി എ? സ്ലാൻഡ് കിട്ടിയോ? വാല്യൂ കിട്ടിയോ? ഇല്ല. സ്ലാൻഡ് കിട്ടാൻ വേണ്ടിയുള്ള ട്രയാങ്കിൾ ഒന്ന് പറഞ്ഞേ. 10 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ is equal to L സ്ക്വയർ. ഓക്കെ ഓക്കെ ഓക്കെ. ബേസ് 5 വരും, ഹൈറ്റ് 12 ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് അറിയില്ല. നേരെ പൈത്തഗോറസ് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കംപ്ലീറ്റ് ആയവർ നാലാമത്തെ ചെയ്യാം കേട്ടോ. 2 കഴിഞ്ഞാൽ 4, എന്നിട്ട് നമുക്ക് 3 ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ എത്ര വന്നു ആഷ്നമോൾ? 13 എന്ന് കിട്ടും. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ L സ്ക്വയർ ആണ്. 25 പ്ലസ് 144 ഈക്വൽ ടു L സ്ക്വയർ. L സ്ക്വയർ ഈക്വൽ 169. L ഈക്വൽ റൂട്ട് 169, 13 സെന്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് കിട്ടും. എല്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ അടുത്ത പണി. അടുത്ത പറയാൻ നൗറിൻ ഫാത്തിമ അടുത്ത ട്രയാങ്കിൾ എങ്ങനെയാ? നൗറിൻ സ്പീഡിന് പറ, ഡിലേ വരല്ലേ? പേര് വിളിച്ചാ പിന്നെ താമസം വരല്ലേ?
നൗറിൻ ഫാത്തിമ. നൗറിൻ ഫാത്തിമ ഒരല്ലുള്ളൂ. കേട്ടില്ല. പറ. അടുത്ത നമ്മൾ എന്താ ചെയ്തത്? നീ കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? മറ്റേ ട്രയാങ്കിൾ. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എടുക്കും. പറഞ്ഞു. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ ഡയമെൻഷൻസ് വരിക? b/2 ആ L E. b/2 5 തന്നെയാണ്. L നമുക്കിപ്പോൾ 13 കിട്ടിയിട്ടുണ്ട്. E നമുക്ക് അറിയില്ല. ഈയുടെ വാല്യൂ അൺനോൺ ആണ്. സിംപ്ലിഫൈ നമ്മൾ ഈ കിട്ടിയോ? സോൾവ് ചെയ്തോ? ഇല്ല, ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. 5 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ ഈക്വൽ E സ്ക്വയർ. 25 പ്ലസ് 169 ഈക്വൽ ടു E സ്ക്വയർ. എത്ര ബിമനവാസിയുടെ വാല്യൂ കിട്ടി? റൂട്ട് 194. റൂട്ട് 194 നോട്ട്. റൂട്ട് 194. ഈ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ഈ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ 194 ആണ് വരിക. ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 194 എന്നാണ് വാല്യൂ. അപ്പോൾ അവിടുന്ന് ഇ ഈക്വൽ ടു റൂട്ട് 194 സെന്റിമീറ്റർ. ലാസ്റ്റ് എടുത്ത് എഴുതണം കേട്ടോ. ഡയമെൻഷൻസ് ഓഫ് ദ ട്രയാങ്കിൾ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന കാര്യം അതാണ്. ഒന്ന് എടുത്ത് എഴുതും. ഡയമെൻഷൻസ് of the triangle is base equal to 10 centimeter and lateral edge equal to root 194 centimeter. അല്ലെങ്കിൽ ബേസ് ലാറ്ററൽ എടുത്ത് പറയാതെ ഡയമെൻഷൻസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 10 സെന്റിമീറ്റർ, റൂട്ട് 194 സെന്റിമീറ്റർ, റൂട്ട് 194 സെന്റിമീറ്റർ ഇങ്ങനെ എഴുതിയാലും മതി. 3 സൈഡ് രണ്ടുപേരും ലാറ്ററൽ എഡ്ജ് ആയതുകൊണ്ട് രണ്ടുപേരും വാല്യൂ സെയിം ആയിരിക്കും. ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. കംപ്ലീറ്റഡ്. യു ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. വേഗം വേഗം. Question number 4 തുടങ്ങിയല്ലോ അല്ലേ everyone? Question number 4. A square pyramid is to be made with the triangle shown here as a lateral face. What would be its height? What if the base edge is 40 centimeter instead of 30? Sir, ഇപ്പോൾ fourth ആണ് ചെയ്യണ്ടേ? Fourth one. Third one നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ. അമീൻ ഷാജി, തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കുന്ന സിമ്പിൾ അനുസരിച്ചൊന്ന് പറഞ്ഞാൽ മോനെ ആരൊക്കെ അത്? ഈ ഫോർത്തിന്റെ ഫോർത്തിന്റെ b/2 ഉണ്ട്. b/2 എത്രയാ? 30 സെന്റിമീറ്റർ. b/2 30 അല്ല. b/2 30 അല്ല. b 30 ആണ്. ഈ തന്നിരിക്കുന്നത് നമ്മുടെ ലാറ്ററൽ ഫേസ് ആയ ട്രയാങ്കിൾ. പിന്നെ ലാറ്ററൽ എഡ്ജ് ആണോ സ്ലാന്റ് ആണോ? ആ ഡൗട്ട് വരാൻ പാടില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇനി ഡൗട്ട് വരാൻ പാടില്ല. കാരണം നമ്മളിപ്പോ രണ്ടാമത്തെ എക്സസൈസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാൻ എന്താടാ? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞ ലൈന്. ആ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാൻ എന്താ? ചെരിഞ്ഞിരിക്കുന്ന ഹൈറ്റ് വരുമ്പോ ഞാൻ ചോദിച്ച സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? വാട്ട് ഡു യു മീൻ ബൈ സ്ലാന്റ് ഹൈറ്റ്?
സാർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞിരിക്കുന്ന എല്ലാവരെയും സ്ലാൻഡ് ഹൈറ്റാ? അല്ല. ചെരിഞ്ഞിരിക്കുന്നവർ വരാൻ ഞാൻ സ്ലാൻഡ് ഹൈറ്റിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ചിട്ടില്ല. അൻഷിത, ഈ ഫിഗറിൽ കാണുന്ന ഈ 25 സെന്റിമീറ്റർ ആരടാ? Slant height. സ്ലാൻഡ് ഹൈറ്റ് ആണ് 25 സെന്റിമീറ്റർ. മുഹമ്മദ് സാബിത്ത്, Length. എന്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് സാബിത്ത്, ലാറ്ററൽ എഡ്ജ് ആണ് 25. തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ബേസ് തന്നെയാണ്, ബാക്കി രണ്ടുപേർ ലാറ്ററൽ എഡ്ജ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സ്ലാൻഡിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചേക്കുന്നത്. സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സഫിൻ ഹാഷിം. സ്ലാൻഡ് ഹൈറ്റ് എന്നടാ? അപ്പെക്സിന് ബേസ് എഡ്ജിലേക്ക് വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ പൊക്കം. ഇതാണ് ട്രയാങ്കിളിന്റെ പൊക്കം. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്, ട്രയാങ്കിളിന്റെ പൊക്കം. മറ്റേ ട്രയാങ്കിളിന്റെ സൈഡാണ് ലാറ്ററൽ എഡ്ജ്. പിക്ചോറിയൽ ഒരു ഐഡിയ വേണോട്ടോ നമ്മുടെ മനസ്സിൽ, ഇല്ലെങ്കിൽ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ്. എന്താ വേണ്ടതൊക്കെ നമുക്കറിയാം. വേഗം ചെയ്ത സമയങ്ങളല്ലേ, 2 minutes maximum. We have to find the height of the pyramid. What would be its height എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാ കണ്ടുപിടിക്കേണ്ടത് തഫ്സിയ? പിരമിഡിന്റെ ഹൈറ്റ് h ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ തിരിയണേ. A square pyramid is to be made with a triangle as shown as a lateral face. What would be its height? ആ ക്വസ്റ്റ്യൻ വായിച്ചു വരുന്ന ഓർഡറിൽ നിന്ന് മനസ്സിലാവും അവിടെ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് പിരമിഡിന്റെ ഹൈറ്റ് ആണ്. പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ സിംബൽ h. അതാണ് വേണ്ടത്. ഫസ്റ്റ് അവിടെ ഒരു മിനിറ്റ് അവിടെ കേട്ടോ. ആൻസറിലേക്ക് എത്താൻ യു ഹാവ് 1 more minute. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസും ഹൈറ്റും ഉണ്ടായി, ലാറ്ററൽ എഡ്ജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ബേസും ലാറ്ററൽ എഡ്ജും ഉണ്ട്, നമ്മൾ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകും. സ്പീഡ് ആവണം കേട്ടോ. പറഞ്ഞു ട്രാക്ക് പറയാൻ അനശ്വര കേൾക്കട്ടെ, എങ്ങനെ ചെയ്യാം? Sir, h square is equal to h square is equal to 50 square root of 50 square plus 25 square. h square equal to ഒരിക്കലും അല്ല. അങ്ങനെ വന്നേ ട്രയാങ്കിൾ പറഞ്ഞാൽ ആദ്യം. ലാറ്ററൽ ഫേസ് ആണല്ലേ പറഞ്ഞേക്കണേ, അപ്പൊ ഈ അല്ലേ പറഞ്ഞേ b/2 h e. b/2 h ഉം e വരുന്ന ട്രയാങ്കിൾ ഞാൻ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ട്രയാങ്കിൾ ഉണ്ടോ? b/2 ഉം h ഉം e ഉം വരുന്ന ട്രയാങ്കിൾ ഉണ്ടോ? എന്റെ അറിവില്ല. There is no right angle triangle like this. എല്ലാ സാർ സ്ലാൻഡ് ഹൈറ്റിന്റെ അവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്, അവിടെ h അല്ല, അവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എല്ല് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b/2 എന്ന് പറഞ്ഞാൽ 30/2 15 ആണ്. എല്ല് നമുക്ക് അറിയില്ല, ഈ 25 ആണ്. സോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 15 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ എന്ന് കിട്ടും. എൽ സ്ക്വയർ പ്ലസ് 225 ഈക്വൽ ടു 625. എൽ സ്ക്വയർ ഈക്വൽ 625 മൈനസ് 225 400. L equal root 420 എന്ന് നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടും. കിട്ടിയായിരുന്നോ സ്ലാൻഡ് ഹൈറ്റ് 20 എന്ന്? ആ കിട്ടി സാർ. ഞാൻ ഈ എല്ല് എച്ച് ഇട്ട് വെച്ചേ, എല്ലിന് പകരം വെച്ചിട്ട് വെച്ചാൽ മൊത്തം തെറ്റിയില്ലേ? എല്ല് സ്ലാൻഡ് ഹൈറ്റും എച്ച് ഹൈറ്റും അല്ലേ? എന്റെ ഒരു ഡിഫറെന്റ് അല്ലേ രണ്ടാൾക്കാരും? ഇനി ഇവിടെ നമുക്ക് എങ്ങനെ അടുത്ത ആളിലേക്ക് പോവാം? നിഷാന ജമാൽ, നമുക്ക് എല്ല് കിട്ടി, എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അതിനെന്താ വഴി?
ഓക്കെ, ഇവിടെ സ്ലാൻഡ് ഹൈറ്റ്, ഇവിടെ ഹൈറ്റ്, ഇവിടെ ബേസിന്റെ ഹാഫ്. ബേസിന്റെ ഹാഫ് 15 നമുക്കിപ്പോൾ 20 കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ 15 സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ഈക്വൽ ടു 20 സ്ക്വയർ. h square plus 225 equal 400. h square equal to 400 minus 225, which is equal to 175. h is equal to root 175. റൂട്ട് 175 വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധമില്ല. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഒന്നും ചെയ്യാലല്ലോ. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ തീർന്നില്ല. നമ്മൾ ഈ എച്ച് കണ്ടുപിടിച്ചു, ഒന്നും ചെയ്യാലല്ലോ. അൺമ്യൂട്ട് ചെയ്യടാ, വേഗം പറടാ. എവിടെ എന്റെ 40 സെന്റിമീറ്റർ ക്ലിയർ ആയിട്ട് നീ ഒന്ന് പറഞ്ഞേ. ആടി തൂങ്ങിയിരിക്കല്ലേ, ഒന്ന് ഉഷാറായിട്ട് ഒന്ന് പറഞ്ഞടാ. എന്റെ ബേസ് എഡ്ജ് ബേസ് 40 സെന്റിമീറ്റർ കൊടുക്കണം. അങ്ങനെ വരട്ടെ, അങ്ങനെ കാര്യങ്ങൾ ഉഷാറായിട്ട് പറയേ. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. 30 പകരം 40 സെന്റിമീറ്റർ ആണ് ബേസ് എഡ്ജെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇനി റൂട്ട് 175 നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത 5√7 എന്നൊക്കെ എഴുതാട്ടോ, നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സിംപ്ലിഫൈഡ് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ദാറ്റ്സ് യുവർ ചോയ്സ്. നമുക്ക് ഒരു കേസോടെ ചെയ്യാനുണ്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിറ്റിയിൽ പറഞ്ഞ്, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതെന്ന് ഫാത്തിമ ഷെർബാൻ? ഹൈറ്റ് 30 സെന്റിമീറ്റർ, മറ്റേ 14 അല്ല ബേസ് 14 എടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ബേസ് 30 ആയിരുന്നു. ഇതിന് പകരം ബേസ് 30ക്ക് പകരം 40 വന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. അതേ ക്വസ്റ്റ്യൻ ബേസ് 40 ആയാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്തു നോക്കണം. 40 ആയാൽ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ അതേ സ്റ്റെപ്സ് തന്നെ വരും, വാല്യൂസിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ചെയ്തേ വേഗം. പിന്നെ ചെയ്തേ. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെ. നെക്സ്റ്റ് കേസ് ഇങ്ങനെയാണ് വരിക. ഇവിടുത്തെ 30 മാറി 40 വരും. ഇവിടെ അവിടെ സമയങ്ങളല്ലേ കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ നമ്പർ 3 പോട്ടെ കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ക്വസ്റ്റ്യൻ നമ്പർ 3. Those who completed the question can try question number 3. രണ്ട് മിനിറ്റ് മാക്സിമം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ നെക്സ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ 2 മിനിറ്റ് മാക്സിമം. സാറേ കംപ്ലീറ്റ് ആയോ? 4 കംപ്ലീറ്റ് ആയോ? 3യോ? ഓക്കെ.
ആദിൽ മുഹമ്മദ് എന്ന് പറയടാ, എന്താക്കി? എവിടം വരെ കിട്ടി? മുഴുവൻ കഴിഞ്ഞു. 4 കംപ്ലീറ്റ് ആയി. 4 കംപ്ലീറ്റ് ആയി. സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തപ്പോൾ ഈ 40 എന്നുള്ള കേസ് വെച്ച് ചെയ്തപ്പോഴേ സ്റ്റാൻഡ് ഹൈറ്റ് എത്ര കിട്ടി? 15 സെന്റിമീറ്റർ. 15 കിട്ടും. 15 എന്നാണ് കിട്ടുക. സോൾവ് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വാല്യൂസ് വരും. 40/2 ചെയ്യുമ്പോൾ ഇവിടെ 20 മീറ്റർ വരും, 20 സ്ക്വയർ വരും. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്. 625 മൈനസ് 400 225 ആണ് വരിക. L = √225 വരും. അത് 15 ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് 15 കിട്ടും. സ്റ്റാൻഡ് ഹൈറ്റിന്റെ വാല്യൂ 15. അത് വെച്ചിട്ട് നമ്മൾ ബാക്കി കാൽക്കുലേഷനിലേക്ക് വരാം. അരീന ബാക്കി ചെയ്തു വന്നപ്പോൾ എന്തായി? കഴിഞ്ഞോ? ഫൈനലായോ? ഹൈറ്റ് √-175. ഓക്കെ, നമുക്ക് നോക്കാം. L സ്ക്വയർ വരുമ്പോൾ 15ന്റെ സ്ക്വയർ, ഇവിടെ 20ന്റെ സ്ക്വയർ. അപ്പൊ h² + 400 = 225. h² = 225 മൈനസ് 400 ആണോ? അങ്ങനെയൊക്കെയാണോ ഒന്ന് എല്ലാവർക്കും? ഒരു വൺ എത്രയാണ്? 225 മൈനസ് 400ന്റെ വാല്യൂ 225 മൈനസ് 400. ഇബ്രാഹിം ബാദുഷ, ഞാൻ ചെയ്തില്ല, ഇപ്പൊ ജോയിൻ ചെയ്തു. എന്തെടാ ലേറ്റ് ആവണ? എന്തേ? അഫിൻ വാല്യൂ എത്രയാ? അഫിൻ എത്ര? സബ്ട്രാക്ട് ആൻസർ കിട്ടാ? ഫാത്തിമ ഇസ്മായിൽ, ഫാത്തിമ ഇസ്മായിൽ. മൈനസ് 175. 225 മൈനസ് 400 ആണ് നെഗറ്റീവ് വരും. h = √-175. എന്താ നമ്മൾ ആൻസർ എഴുതാം? അഫ്നാൻ, ഫൈനൽ ആൻസർ. Height of the pyramid is -√175. Height of the pyramid is √-175. Hana Fatima, conclusion. Hana. There is no solution. Such a pyramid is not possible. We cannot construct such a pyramid. Height equal √-175 എന്ന് കിട്ടിയാൽ നമ്മൾ അതിന്റെ കൺക്ലൂഷൻ നമുക്ക് അങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്. കൺക്ലൂഷൻ അത് വന്നട്ടോ. It is not possible to construct a square pyramid with a given dimension, with a given measurement. എന്തെങ്കിലും ഒരു ലോജിക്കലി കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് എഴുതി വേണം കൺക്ലൂഡ് ചെയ്യാൻ. h equal √-175 എന്ന് എഴുതി നിർത്തരുത്. Question number 3. Question number 3. Prove that in any square pyramid, squares of height, slant head and lateral edge are in arithmetic sequence. അത് നമ്മൾ ആരെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ആ സീക്വൻസ് ഒക്കെ ഒന്ന് എഴുതിയാൽ നല്ലതാണ്. യൂസിങ് ദ സിമ്പിൾ ദാറ്റ് വി സ്റ്റഡി. എന്നിട്ട് അതിനുള്ള വഴി ആലോചിക്കുക. സ്പീഡാവട്ടെ. ചെയ്തു വരുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണോ. ചെയ്തു വന്നു കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ വിചാരിക്കും. കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവിക്കാൻ നോക്കും.
എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അൽഹ? ക്വസ്റ്റ്യൻ വാട്ട് വി ഹാവ് ടു പ്രൂവ്? മൂന്നും പ്രൂവ് ചെയ്യണ്ടേ? എന്താണ് മൂന്നും പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും ആ ലാറ്ററൽ എഡ്ജും. ഇത് മൂന്നും പ്രൂവ് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. ഈ 3 പേര് അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈ 3 പേരല്ല, ഒന്നോടെ ചെറിയൊരു സാധനം ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ് അല്ല നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. ജിലാനി? സ്ക്വയേഴ്സ് ഓഫ് ആ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയേഴ്സ് ഓഫ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. That is our task. That's our aim. സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സീക്വൻസ് ഒന്ന് കേൾക്കട്ടെ. അലൈന, സീക്വൻസ് ആരാ? H square, L square, E square. അതാണ് നമ്മുടെ സീക്വൻസ്. ഹൈറ്റിന്റെ സ്ക്വയർ, സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ, ലാറ്ററൽ എഡ്ജിന്റെ സ്ക്വയർ. ഈ 3 പേര് അരിത്മെറ്റിക് സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോ ഒരു ഗിവൺ സീക്വൻസ് എങ്ങനെ അരിത്മെറ്റിക് എന്ന് പ്രൂവ് ചെയ്യാൻ ചിന്തിച്ചു നോക്കുക. അതിവിടെ കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുക. 2 മിനിറ്റ് മാക്സിമം ചിന്തിക്കാൻ ട്രൈ ചെയ്യാൻ. 2 മിനിറ്റ് മാക്സിമം. ഇതാവണോട്ടോ 1 മിനിറ്റോടെ. ദാറ്റ്സ് ഇനഫ്. എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം ആലോചിച്ച് നോക്കുക. എന്താണ് നമുക്ക് അതിനുള്ള മാർഗം? വാല്യൂസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ന്യൂമറിക്കൽ വാല്യൂ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ഓപ്ഷൻ കിട്ടിയോ? എനി ഓപ്ഷൻ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ അബിയ? കിട്ടിയോ? എന്താ മെത്തേഡ് എന്താ പറഞ്ഞേ കേക്കട്ടെ. റഫായിട്ട് പറഞ്ഞ, കംപ്ലീറ്റ് പറയണ്ട. എങ്ങനെ ചെയ്യുന്നുള്ള ഐഡിയ പറഞ്ഞാൽ മതി. കോമൺ ഡിഫറൻസ് സെയിം ആണ് പ്രൂവ് ചെയ്താൽ. അബ്സല്യൂട്ട്ലി. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഒന്ന് കിട്ടാനുള്ള മാർഗം കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഈ 3 ടേംസ് ഇതിപ്പോ കറക്റ്റ് ഓർഡറിലാട്ടോ പറഞ്ഞേക്കുന്നത്. ഈ 3 പേരിൽ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് കിട്ടിയാൽ മതി. കോമൺ ഡിഫറൻസ് നമ്മൾ ആരൊക്കെ സബ്ട്രാക്ട് ചെയ്യേണ്ട ഇവിടെ? കോമൺ ഡിഫറൻസ് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പൊ ഈ ഗിവൺ സീക്വൻസിൽ ഫാത്തിമ സുബൈർ, കോമൺ ഡിഫറൻസ് നമ്മൾ ആരൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? L square minus H square. L സ്ക്വയർ മൈനസ് H സ്ക്വയറും E square minus L square. E സ്ക്വയർ മൈനസ് L സ്ക്വയറും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഈ ആളുകൾ ഈക്വൽ ആണെന്ന് കിട്ടിയാൽ നമ്മളുടെ പണി കഴിഞ്ഞു. ഇത്രയുള്ളൂ നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഈ ആൾക്കാർ ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. അതിനെന്താണ് മാർഗം നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയേ? ഹൗ വി ക്യാൻ പ്രൂവ് ഇറ്റ്? ഹലീം, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല സാർ.
നമുക്ക് ആകെ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിലുള്ള ടൂൾ എന്താടാ ഹലീമേ? നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഉപയോഗിക്കാനുള്ളതുമായ ടൂൾ എന്താ? റൈറ്റ് ട്രയാങ്കിൾ. അബ്സല്യൂട്ട്ലി. അത് വെച്ച് തന്നെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ ആകെയുള്ള ടൂൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി വി ഹാവ് 2 റൈറ്റ് ട്രയാങ്കിൾസ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെയുണ്ട്, b/2 then HL. നമുക്കുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് b/2 LE. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ L² - H² എന്ന് കിട്ടണം. അതുപോലെ E² - L² എന്ന് കിട്ടണം. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ b/2 the whole square plus H² = L² എന്നാണ് വരിക. അപ്പോൾ H² അപ്പുറത്തേക്ക് മാറ്റിയാൽ b/2 the whole square = L² - H² എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് ഈ രണ്ട് പേര് ഡിഫറൻസ് ആയി. ഈ കാണുന്ന രണ്ട് പേര് L² - H² കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ E² - L² കണ്ടുപിടിക്കാനുള്ള വഴി നോക്കണം. അത് നമുക്ക് അടുത്ത ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ഇതുപോലെ പൈതഗോറസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ b/2 the whole square plus L² = E². അപ്പോൾ അവിടുന്ന് b/2 the whole square = E² - L². അപ്പോൾ നോക്കി, വെൻ വി കമ്പയർ ദ ഡിഫറൻസ്, രണ്ട് കേസിലും ഇവന്മാർ തമ്മിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് ഡിഫറൻസ് എന്താ വന്നേക്കുന്നത്? രണ്ട് കേസിലും ഇബ്രാഹിം ബാദുഷാ, വാട്ട് ഇസ് ദ ഡിഫറൻസ് വി ഒബ്റ്റെയിൻഡ് ഇൻ ബോത്ത് ദ കേസസ്? രണ്ടിലും മൈനസ്. വാല്യൂ വെച്ചാണ് സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്ന നിലവില്. രണ്ട് കേസിലും എത്ര ഡിഫറൻസ് കിട്ടിയേക്കുന്നേ? സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്തപ്പോൾ എന്നാ കിട്ടിയെന്ന്? സെയിം കിട്ടി. മുഹമ്മദായ എന്നാ വാല്യൂ എത്രടാ? ഇവിടെ നമ്മൾ രണ്ട് പേരുടെയും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെയും ഡിഫറൻസ് എടുത്തു. അങ്ങനെ ഡിഫറൻസ് എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? ക്ലാസ്സിലല്ല കേട്ടോ, ക്ലാസ്സിൽ ലൈവ് അല്ല. ക്ലാസ്സിൽ ലൈവ് അല്ലാത്തിന്റെ ഈ ആൻസർ വരും. നിഷാന സിയാദ്, L² - H²ഉം E² - L² നമുക്ക് എന്താണ് കിട്ടിയത് ഇൻ ബോത്ത് ദ കേസസ്? L² കിട്ടിയേ സബ്ട്രാക്ട് ചെയ്തപ്പോ. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത് റൈറ്റ് നൗ വെൻ വി സബ്ട്രാക്റ്റഡ്? അമിന അഷ്റഫ്, b/2 the whole square L² - H² വാല്യൂ കിടക്കുന്നു. E² - L² ഇപ്പറേ. സോറി. Therefore L² - H² is equal to E² - L² is equal to b/2 the whole square. ഡിഫറൻസ് സെയിം ആണ്. നമുക്ക് പറയാം hence H² L² E² is an arithmetic sequence എന്നെഴുതി കൺക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് കേസ് നമുക്ക് ഒരേ വാല്യൂ കിട്ടി. ഒരേ വാല്യൂ ആയതുകൊണ്ട് നമുക്കത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളെ കഴിഞ്ഞ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 പകുതി കിട്ടിച്ച് പോകുന്നുണ്ട്. ഇതേ നോക്കി മറിച്ച് നോക്കി. അതൊന്നും ഓർമ്മയില്ല അല്ലെ ഏത് കഴിഞ്ഞ എക്സസൈസ്?
നമ്മളൊരു സാധനം നിങ്ങൾ ആരെങ്കിലൊക്കെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചോദ്യം കണ്ടില്ല. കഴിഞ്ഞ എക്സസൈസിലെ അവസാന ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഹൈറ്റ് ഓഫ് ദ പിരമിഡ് എഴുതുന്നതിന് മുമ്പ് ഒരു ഹാഫ് എ പേജ് ലീവ് ചെയ്തിട്ടൊക്കെ പോന്നിട്ടുണ്ട്. ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നമ്മളോട് ഇതുവരെ ചെയ്തു തീർത്തേക്കുന്നത് എന്താണെന്ന് നോക്കി. ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ഇതുവരെ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. എന്തായിരുന്നു ആ ക്വസ്റ്റിന്റെ മീനിങ്? അൽഷിഫ, ക്വസ്റ്റിന്റെ മീനിങ് എന്തായിരുന്നു? ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ ആയിട്ട് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ അതിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ചില റിലേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റൈറ്റ് നൗ, അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ കിട്ടിയത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ റിലേഷൻ എന്തായിരുന്നു? ദിയ സോൾവ് ചെയ്ത് വന്നപ്പോ ബേസ് ഏരിയ എ സ്ക്വയർ. ബേസ് ഏരിയ എ സ്ക്വയർ എടുത്തു, ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ 2al എടുത്തു. അതൊക്കെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഒരു റിലേഷൻ കിട്ടിയായിരുന്നല്ലോ. L is equal to a/2. L equal to a/2 അല്ലെങ്കിൽ a equal to 2l. കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ അപ്ലൈ ചെയ്തപ്പോ സർഫസ് ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് നമുക്കുള്ളത് ബേസ് ഏരിയ ഈക്വൽ, ഇതേ സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ബേസ് ഏരിയ ഈക്വൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്നാണ്. ബേസ് ഏരിയയുടെ ഫോർമുല എ സ്ക്വയർ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഫോർമുല 2al അല്ലെങ്കിൽ 2bl, ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വേർഡ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ a ഈക്വൽ ടു 2l എന്നുള്ള ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തും. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ എക്സസൈസിൽ പഠിച്ച റൈറ്റ് ട്രയാങ്കിളിൽ ചില സൊല്യൂഷൻ ഒക്കെ നടത്താൻ നോക്കി. അങ്ങനെ നമ്മൾ പകുതിക്ക് വന്ന് നിൽക്കുകയാണ്, ശരിയല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? റൈറ്റ് നൗ വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പൊ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിൽ നമുക്കറിയാം ഇവിടെ വരുന്നത് ബേസ് ബൈ 2, ഇവിടെ വരുന്ന ഹൈറ്റ്, ഇവിടെ വരുന്ന സ്ലാൻഡ് ഹൈറ്റ് ആണ്, ശരിയല്ലേ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ? ഞാൻ ബി ഉപയോഗിച്ചാൽ അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാട്ടോ. ബി സ്ക്വയർ ഈക്വൽ ടു bl, ബി ഈക്വൽ ടു l. നമുക്ക് ഇവിടെ നമ്മളുടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരിക b/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് h സ്ക്വയർ ഈക്വൽ ടു l സ്ക്വയർ എന്നാണ്. ബിക്ക് പകരം നമുക്ക് 2l കൊടുക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അവസാനം h ഒരു വാല്യൂ കിട്ടും. സോൾവ് ചെയ്ത് നോക്കി എല്ലാവരും ട്രയാങ്കിൾ വരച്ചിട്ട്. Solving, you can find a value for h. വേഗം. സമയങ്ങൾ എഴുതേ. 1 മിനിറ്റ് ഒക്കെ മാക്സിമം മതിയോ സോൾവ് ചെയ്തിരിക്കാൻ? ഓക്കെ ഓക്കെ ഓക്കെ. സോൾവ് ചെയ്തപ്പോ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹൈറ്റ് കിട്ടിയോ? h സിംപ്ലിഫൈ ചെയ്തോ? എത്ര വാല്യൂ കിട്ടിയ ശബന h സിംപ്ലിഫൈ ചെയ്തപ്പോ?
Shabana. H square is equal to Ah. 12 by 2 the whole square plus L square. Plus allalo. Order prashna mari. H square is equal to 12 by 2 the whole square plus L square എന്ന് വരില്ല. അതിലെവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടെ നോക്കി. ഫാത്തിമ ഇർഫാന കിട്ടിയോ? ഫാത്തിമ ഇർഫാന ഇടാവട്ടെ. അനീറ്റ ഫൈനൽ കിട്ടിയോ? സർ റൂട്ട് 0 ആണോ? റൂട്ട് 0 എന്ന് വരും അബ്സല്യൂട്ട്ലി. ഈ ബി ബൈ 2 ദ ഹോൾ സ്ക്വയറിൽ ബിക്ക് പകരം ഞാൻ പറഞ്ഞു 2L എന്ന് കൊടുക്കാം. അപ്പൊ 12 by 2 the whole square plus H square equal to L square. 2 ഉം 2 കട്ടായി പോകും. ബാക്കി അവിടെ വരിക L square plus H square equal L square എന്ന് വരും. അപ്പോൾ അവിടുന്ന് H square equal to L square minus L square. H square is equal to 0. H equal to root 0 equal to 0. എന്നാണ് ആൻസർ. ബോർഡ് ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ടാവും. ഞാൻ ഷെയർ ചെയ്തോളാം കേട്ടോ. 0 എന്നാണ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ ഹൈറ്റ് ഓഫ് ദ പിരമിഡ് 0 എന്നാണ് നിലവിൽ കിട്ടിയേക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ പിരമിഡ് 0 എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് വായിച്ചു നോക്കി. ശ്രദ്ധിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കി. Can we make a square pyramid with a lateral surface area equal to base area? Possible ആണോ? What do you think? Is it possible, Sarah? Is it possible? No sir. Possible അല്ല. ഹൈറ്റ് 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പിരമിഡിന്റെ പൊക്കം 0 ആവാൻ പറ്റുമോ? പിരമിഡിൽ മിനിമം എന്തെങ്കിലും പൊക്കം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേരിയിരിക്കുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ പറയും such a pyramid is not possible, or we cannot make a pyramid with lateral surface area equal to base area എന്ന് എഴുതി നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാം. കഴിഞ്ഞോ എല്ലാവരും? കംപ്ലീറ്റഡ് റൈറ്റ്? പറഞ്ഞോ ഫാത്തിമ ഇസ്മായിൽ. സാർ അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ പ്ലീസ്. സോ നമ്മള് ഒരു സ്ക്വയർ പിരമിഡുമായി ബന്ധപ്പെട്ട ഇത്രയും ഡേറ്റാസ് നിലവിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ പിരമിഡിന്റെ ഡയമെൻഷൻസ് ആയ ബേസ്, ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്. വൺ സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസിൽ ബേസ്, ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ് ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പിരമിഡിന്റെ മെഷർമെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അത് കൂടാതെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഡേറ്റയാണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് എ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ബേസ് ഏരിയ വരും, ലാറ്ററൽ സർഫസ് ഏരിയ വരും. രണ്ടുപേരും ഇൻഡിവിജ്വൽ ഫോർമുലാസ് നമുക്കറിയാം. ടോട്ടൽ സർഫസ് ഫോർമുല അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റ്? ഓക്കെ. ഇനി നമുക്ക് കെയർ ചെയ്യേണ്ട ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ റിഗാർഡിംഗ് എ പിരമിഡ് ഈസ് ഇറ്റ്സ് വോളിയം. നമുക്കറിയാം 2 ഡയമെൻഷണൽ ഷേപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഷേപ്പിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് വോളിയം അല്ലേ? കാരണം നമ്മുടെ സർക്കിള്, സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ഇത്തരം ആൾക്കാർക്കൊന്നും വോളിയം ഒന്നും ഒരു സാധനമില്ല. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ വോളിയം ഓഫ് എ ട്രയാങ്കിൾ എന്നൊരു ഫോർമുല ഉണ്ടോ? വോളിയം ഓഫ് എ ട്രയാങ്കിൾ, വോളിയം ഓഫ് എ സ്ക്വയർ ഫോർമുല ഉണ്ടോ ജിലാനി? വോളിയം ഓഫ് എ സ്ക്വയർ അങ്ങനെ ഫോർമുല ഇല്ല. ഏരിയ ഓഫ് എ സ്ക്വയർ ഉണ്ട്, പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ വോളിയം ഓഫ് എ സ്ക്വയർ ഒരു ഫോർമുല ഉണ്ടാവില്ല. കാരണം 2 ഡയമെൻഷണൽ ഷേപ്പിന് വോളിയം എന്ന് പറഞ്ഞാലും ഇല്ല. 2 ഡയമെൻഷണൽ ഷേപ്പിനുള്ളത് ഏരിയ മാത്രമാണ്, ഏരിയയും പെരിമീറ്ററും. 3 ഡയമെൻഷണൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന, കാരണം വോളിയം എന്ന് പറഞ്ഞാൽ there should be something to occupy. അതിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ഗ്ലാസ് എടുത്താൽ ഈ ഗ്ലാസ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം ഒഴിക്കാം അല്ലേ? ഈ ഗ്ലാസ്സിൽ സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറയും ഇതിനൊരു വോളിയം. നേരെ മറിച്ച് നിങ്ങൾ ഒരു സ്ക്വയർ പേപ്പർ എടുത്തു,
സ്ക്വയർ പേപ്പറിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല. സ്ക്വയർ പേപ്പറിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷെ ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണെങ്കിലോ അതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെക്കാം, വേണമെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഇട്ട് വെക്കാം അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വോളിയം ഉപയോഗിക്കാൻ പറ്റാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്കത് ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോ അതിന് വേണ്ടിയിട്ടേ ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ നോക്കിയ പേജ് 194 കണ്ടോ? 194 വോളിയം ഓഫ് എ പിരമിഡ് എന്നുള്ള ടോപ്പിക്കിന്റെ ചേർന്ന് തന്നെ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? ബ്രൗൺ കളറിൽ. ആ 2 ഫിഗർ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഫിഗർ ഷേപ്പ് പറഞ്ഞിട്ട് എന്തൊക്കെയായിട്ട് തോന്നണേ അച്ചു? 2 ഫിഗർ എന്തൊക്കെയാ? ട്രയാങ്കിളും റെക്ടാങ്കിളും. ട്രയാങ്കിളും റെക്ടാങ്കിളും അല്ല, ഒന്നുകൂടെ കൃത്യമാക്കിക്കുക. നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിന്റെ റേഞ്ച് വെച്ചിട്ട്. പിരമിഡും മറ്റേ പേരെന്താ? റെക്ടാങ്കുലർ പ്രിസം. റെക്ടാങ്കുലർ പ്രിസം. അബ്സല്യൂട്ട്ലി. ഒരു പിരമിഡ് ഉണ്ട്, റെക്ടാങ്കുലർ പ്രിസം ഉണ്ട്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇവരെ കണക്ട് ചെയ്ത ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റിക്ക് ഈ 2 സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നിലവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പിരമിഡ് പോരാ, വേറൊരു പിരമിഡ് നമുക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഒന്ന്, ഒരിത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ വേണം. ചാർട്ട് പേപ്പറിനേക്കാൾ ഇത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഒരു രക്ഷയില്ല എങ്കിൽ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചോ. ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് അനദർ മെറ്റീരിയൽ വിച്ച് ഈസ് എ ലിറ്റിൽ ബിറ്റ് തിക്കർ ദാൻ ചാർട്ട് പേപ്പർ. ഓക്കെ. അത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും പഴയ ബോക്സുകളാവാം. ബോക്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച ബോക്സ് ഉണ്ടാവല്ലോ, ഹാർഡ് ബോർഡിന്റെ ബോക്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ബോക്സ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്, കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെഷർമെന്റ് ഞാൻ പറയാം കേട്ടോ. നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് പിരമിഡ് ഉണ്ടാക്കണം. പിരമിഡ് നിങ്ങൾക്ക് ആ ഫിഗറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ പിരമിഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പിരമിഡും ഫിഗറിലെ പിരമിഡും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്ന് പറയാം എനിവൺ? എന്താ ഫാത്തിമ നമ്മളിവിടെ നടക്കുന്ന പിരമിഡിന്റെ വ്യത്യാസം? അവിടെ ബേസ് ഹോളാണ്, ബേസിൽ സ്ക്വയർ ഇല്ല. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ബേസിൽ സ്ക്വയർ ഉണ്ടായിരുന്നു, മൂടിയിരിക്കുമായിരുന്നു അല്ലെ, അടന്റെ ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇതേ ടൈപ്പ് ആയിട്ട് ഉണ്ടാക്കണ്ടേ. സോ അതിന് നമുക്ക് 4 ട്രയാങ്കിൾസ് ആദ്യം കട്ട് ചെയ്യണം. 4 ട്രയാങ്കിൾസ് കട്ട് ചെയ്യണം. ആ ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ബേസ് 10ഉം ഹൈറ്റ് 13ഉം ആട്ടോ. ബേസ് 10, 4 ട്രയാങ്കിളിന്റെയും ബേസ് 10, ഹൈറ്റ് 13. അപ്പൊ ഇതിനു മുമ്പ് പിരമിഡ് ഉണ്ടാക്കിയതുപോലെ അല്ല, നമ്മൾ 4 ട്രയാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇത് കണ്ടോ? ഇതുപോലത്തെ 4 2 3 4 4 പേര് നമ്മൾ കട്ട് ചെയ്തെടുക്കും. 4 പേരുടെയും ബേസും ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്. ബേസും ഹൈറ്റും ആട്ടോ, ബേസും ഹൈറ്റും. ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ ആണ്, മാറിപ്പോരുത്. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു പേപ്പറിൽ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ്? നമ്മളിത് വരയ്ക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ 13 സെന്റിമീറ്റർ ഉള്ള 10 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. പേപ്പർ മീൻസ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഹാർഡ് ബോർഡിൽ. ഓക്കെ. അതിന്റെ കൃത്യം നടുക്കുന്ന 10ന്റെ കൃത്യം നടുക്കുന്ന 13 സെന്റിമീറ്റർ ഇതെങ്ങനെ പൊക്കം വരയ്ക്കുക. 13 സെന്റിമീറ്റർ ഇതെങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ട ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് ഈ ട്രയാങ്കിൾ നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലത്തെ 4 പിടിയോ? 4 ട്രയാങ്കിൾ വേണം. ഈ 4 ട്രയാങ്കിൾ എന്ത് ചെയ്യുക? സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ട പിരമിഡ് കിട്ടും. 4 ട്രയാങ്കിളിനെ സെല്ലോ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിക്കുക. അപ്പൊ നമുക്ക് വേണ്ട പിരമിഡ് കിട്ടും. അപ്പൊ അതിന്റെ ബേസ് ഹോളോ ആയിരിക്കും. ഓക്കെ. നിങ്ങളപ്പോൾ ടേപ്പ് ഒക്കെ വെച്ച് ഇത്തിരി സമയം കൊടുക്കും കേട്ടോ. സമയം കൊടുത്ത് തന്നെ ചെയ്യണം. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല, സമയം കൊടുക്കും. ഓക്കെ. രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ഒരു പ്രിസമാണ്, റെക്ടാങ്കുലർ പ്രിസം. രണ്ടാമത് നമുക്ക് വേണ്ട റെക്ടാങ്കുലർ പ്രിസമാണ്. റെക്ടാങ്കുലർ പ്രിസത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഫേസ് ഉണ്ട്. ചുറ്റും 4 റെക്ടാങ്കുളും താഴെ ഒരു സ്ക്വയറും അല്ലെ. അപ്പോൾ അതിന് വേണ്ട ഡയമെൻഷൻ ഞാൻ പറയാൻ കേട്ടോ. റെക്ടാങ്കുലർ പ്രിസത്തിലെ സ്ക്വയറിന്റെ ഡയമെൻഷൻ സൈഡ് 10 സെന്റിമീറ്റർ. സൈഡ് 10 സെന്റിമീറ്റർ ഒരു സ്ക്വയർ. 10 സെന്റിമീറ്റർ ആണ് സൈഡ്. ഇതാണ് നമുക്ക് അതിന്റെ ഏറ്റവും താഴെ ബേസിലിരിക്കുന്ന സ്ക്വയറിന്റെ ഡയമെൻഷൻ. ഇത് കൂടാതെ നമുക്ക് 4 റെക്ടാങ്കിൾസ് വേണം ചുറ്റിലും വയ്ക്കാൻ. 4 എണ്ണം വേണം. അതിൻ്റെ ലെങ്ത്
12 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് റെക്ടാങ്കിൾ വരും. ലെങ്ത് 12 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. അപ്പൊ ഈ റെക്ടാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആ സ്ക്വയറിന്റെ സൈഡിൽ ഒട്ടിക്കാൻ പറ്റും. അതാണ് ബ്രെഡ്ത്ത് 10 പറഞ്ഞതിന്റെ ഉദ്ദേശം. സാർ അതിന്റെ ബേസ് ആണ് 10 സെന്റിമീറ്റർ മൊത്തം ചെയ്യാൻ പറഞ്ഞ റെക്ടാങ്കിളിന്റെ ഏതാ? സ്ക്വയറിന്റെ സൈഡ് 10, സ്ക്വയറിന്റെ സൈഡ് 10, റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് 10, ലെങ്ത് 12. ജാറാ പറഞ്ഞോ? സർ ഒരു ബേസ് അല്ലേ ഉണ്ടാക്കേണ്ട ആവശ്യം? ഒറ്റ ബേസ് ഉണ്ടാക്കിയത് ഞാൻ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്, ഇത് നമുക്ക് എങ്ങനെ ഒട്ടിക്കാം എന്ന് ചോദിച്ചാലേ, നിങ്ങൾ പ്രിസം ഉണ്ടാക്കാൻ വേണ്ടി റെക്ടാങ്കിൾ, നമ്മൾ ആദ്യത്തെ റെക്ടാങ്കിൾ വെക്കുക. ഈ റെക്ടാങ്കിളിന്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ റെക്ടാങ്കിൾ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇത് കണ്ടോ? ചേർത്ത് വെക്കുക രണ്ടാമത്തെ റെക്ടാങ്കിളിനെ. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യുക? സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇവന്റെ തൊട്ടടുത്ത് നിങ്ങൾ മൂന്നാമത്തെ റെക്ടാങ്കിൾ വെക്കുക. അവനെയും ഇതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇതിന് തൊട്ടടുത്ത് നാലാമത്തെ റെക്ടാങ്കിൾ വെക്കുക. അതും ഈ പറഞ്ഞതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. അപ്പൊ 4 റെക്ടാങ്കിൾസ് നമ്മളിങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഈ 2 അറ്റത്തിരിക്കുന്ന റെക്ടാങ്കിൾസ് ഇല്ലേ, ആ റെക്ടാങ്കിൾസിനെ നേരെ മടക്കുക, നേരെ ഉള്ളിലേക്ക് മടക്കുക. ഓക്കെ, അങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അവന്റെ എൻഡ് ഒട്ടിക്കുക. അപ്പൊ മൊത്തത്തിൽ അത് റെക്ടാങ്കുലർ പ്രിസത്തിന്റെ ഫോം ആവും. എന്നിട്ട് അതിന്റെ മുകളിലോ താഴെയോ എവിടെയെങ്കിലും നമ്മൾ ആ സ്ക്വയർ, നേരത്തെ കണ്ടിച്ച സ്ക്വയർ അല്ലേ, മുകളിലോ താഴെ എവിടെയാണെന്ന് ഒട്ടിക്കുക. പ്രിസം കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് നമുക്ക് അതിനുള്ള മെത്തേഡ്. ഉണ്ടോ? പറഞ്ഞോ. ചാർട്ട് വെച്ചാൽ ശരിയാവോ? ചാർട്ട് പേപ്പറിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യാൻ കുറച്ച് കട്ടിയുള്ള ഹാർഡ് ബോർഡാണ്. ശരിക്കും അതിന് പൾപ്പ് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വാങ്ങാൻ നിൽക്കൊന്നും വേണ്ട ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി. അതാണ് ഏറ്റവും നല്ലത്. ചാർട്ട് പേപ്പറിനൊക്കെ ഇത്തിരി കൂടെ കട്ടിയുള്ളതാണ് നല്ലത്. കാരണം നമുക്ക് ഇനി ഇതിനകത്തൊരു സാധനം ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നിലേക്ക് ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ളത് നല്ലതാണ്. ഇതിന്റെ കൂടെ അപ്പോൾ നാളത്തേക്ക് പിരമിഡ് ഞാൻ ഈ പറഞ്ഞ അതേ മെഷർമെന്റിൽ വേണം. ഈ സാധനം ഇല്ലാതെ ഞാൻ ക്ലാസ്സിൽ എടുത്തൂല കേട്ടോ. പിരമിഡ് വേണം, അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് പ്രിസം വേണം. ഇത് കൂടാതെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പില്ലേ, ഉപ്പ്, സോൾട്ട്, ഉപ്പില്ലേ, ആ ഉപ്പും വേണം. ഉപ്പ് ആ ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചാലേ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇട്ടേക്കാം. ഇത്രയും സാധനങ്ങൾ ആക്ടിവിറ്റിക്ക് വേണം. അപ്പൊ ഉപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പ് നമുക്ക് ക്യാരി ചെയ്തിടാൻ വേണ്ടി ഒരു സ്പൂണോ സംതിങ് ഒക്കെ വേണ്ടി വരും. റെഡിയാ? ശരി, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നാളത്തെ ഒരു ക്ലാസ്സിന്റെ ശേഷം ചോദിക്കാൻ പറയുന്നു. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എന്താ അവസ്ഥ? സ്കൂളിൽ ക്ലാസ് ഉണ്ടോ നാളെ? ഇല്ലെന്നാണ് എന്റെയും പ്രതീക്ഷ. സോ നമ്മുടെ ക്ലാസ് ടൈം നാളെ മോർണിംഗ് 6 to 7:30 ആയിരിക്കും കേട്ടോ. 7 അല്ല, 6 to 7:30. ഓക്കെ, ഒരു നോട്ടീസോടെ ഉണ്ട്. 1 സെക്കൻഡ്. നാളെ അല്ലടാ, 8th എന്ന് പറയുമ്പോൾ നാളെയാണ് ഫീസിന്റെ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഫീസ് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. റിമൈൻഡ് ചെയ്യുക പാരന്റ്സിന്. കുറച്ചധികം പണി നാളേക്കുണ്ട്, മറന്നു പോകരുത്. കൃത്യം കാര്യങ്ങൾ ചെയ്തോളണം. ഓക്കെ, ശരി. ഓക്കെ, റിമൈനിങ് ഓൺ ടുമോറോ മോർണിംഗ് 6 to 7:30. Thank you. Thank you, sir. Thank you, sir.